യേശുവേ സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പ്രഭാത പ്രാർത്ഥനയാണ്. കൃപാസനം പ്രത്യക്ഷീകരണ മാധ്യസ്ഥ പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സ്വലോകങ്ങളുടെ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ. പരിശുദ്ധമേ, ശുഭമാല മാതാവേ, സകല ഉപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ചെയ്തവര് ഓൺലൈനായിട്ടും തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്തവര് ഇപ്പോൾ ഉടമ്പടി ചെയ്ത ആവശ്യങ്ങളാണ് പ്രധാനമായും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ഭക്തിയോടെ പ്രാർത്ഥന സമർപ്പിക്കേണ്ടത്. ഉടമ്പടി ചെയ്യാത്തവര് അവരിന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്തു കൊള്ളാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാവുന്നതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാനാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാല പ്രാർത്ഥിക്കുമ്പോഴും സഭ വളരെ കരുതലോടുകൂടിയാണ് ഒരു കാര്യം സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വെക്കുന്നത്. അതായത്, പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ ദീർഘമായിട്ട് അപേക്ഷിക്കണമേ. അത് ജപമാല പ്രാർത്ഥനയ്ക്കല്ല, മാത്രമല്ല എല്ലാ പ്രാർത്ഥനയ്ക്കും അടിസ്ഥാനപരമായിട്ട് 3 ദൈവിക പുണ്യങ്ങൾ വേണം. ഒന്ന് വിശ്വാസം, പിന്നെ ശരണം, പിന്നെ ശരണം അല്ലെങ്കിൽ പ്രത്യാശ, അല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? ദൈവസ്നേഹം. ആരാധനയ്ക്കും ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. കർത്താവേ, ആരാധനയ്ക്ക് യോഗ്യമായ വിധത്തിൽ ആരാധനയ്ക്ക് 2 യോഗ്യതയാണ് വേണ്ടത്. ഒന്ന് ദൈവത്തിന് യോഗ്യനാണ് ആരാധനയ്ക്ക്. കാര്യം അവൻ പാപത്തിന് പരിഹാരം ചെയ്ത് പിതാവായ ദൈവം അവനെ മഹത്വപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അനേകവൃന്ദം മലാഖമാരുടെ അകമ്പടിയോടെയാണ് ദൈവാരാധന സുഖം നടക്കുന്നതിൻ്റെ വെളിപാടുകൾ യോഹന്നാന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. പക്ഷെ നമ്മളും ആരാധനയ്ക്ക് യോഗ്യമാകണം. അത് നമ്മളെ ആരാധനയ്ക്ക് യോഗ്യമാകണത് ഒന്ന് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അത് എൻ്റെ പ്രിലിമിനറി പ്രീ റിക്വസ്റ്റാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. അതിനെ വിശദീകരണങ്ങളുണ്ട് ഒത്തിരി, അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ മിനിമം നമുക്ക് ഇത്രയെങ്കിലും വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ ആരാധനയ്ക്ക് യോഗ്യമാക്കുന്ന വിധത്തിൽ എനിക്ക് വിശ്വാസം നൽകണമേ, ആരാധിക്കാൻ വിശ്വാസം നൽകണമേ. ആരാധിക്കുന്നതിന് അടിസ്ഥാന യോഗ്യതയായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ദൈവസ്നേഹത്തോടെ ഓ ദിവ്യമാ
കപടത്തോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുസ്തോത്രം, ഹല്ലേലൂയ. യേശുസ്തോത്രം, യേശുസ്തോത്രം, ഹല്ലേലൂയ. യേശുസ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുസ്തോത്രം, യേശുസ്തോത്രം, ഹല്ലേലൂയ. Lord Jesus Christ, pour out your ഓരോ മകനെയും വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും കർത്താവേ, ഓരോ സ്ഥലങ്ങളിലും ഈ നിമിഷം ആരാധന ഭക്തിയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, വേദനിക്കുന്ന മക്കള്, ഭാരം നിറഞ്ഞ മക്കള് കർത്താവേ സന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ സന്നിധി സമർപ്പിക്കുന്നു. ആരാധന തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് റോസ്മോൾ റോച്ച. ഞാൻ വരുന്നൊരു തൃശ്ശൂർ ചാലക്കുടിയിൽ നിന്നാണ്, സെമ്പാളൂർ ഇടവക. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 6-ാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 12-ാം തീയതി ഡയറക്റ്റ് വന്ന് എടുക്കുക ചെയ്തത്. എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് പോകണ്ട. ഞാൻ ഒരു നേഴ്സാണ്, പഠിച്ചിറങ്ങിയത് ഈ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതിയാണ്. അപ്പോഴത്തേനും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഉടനെ പോകാൻ നോക്കണ്ട, പോയി കഴിഞ്ഞാലും ശരിയാവത്തില്ല, 21 വയസ്സേ ഉള്ളൂ. അപ്പോഴത്തേനും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നാട്ടിൽ നിൽക്ക്, നാട്ടിൽ നിന്ന് ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേനും നീ പുറത്ത് പോകുന്ന കാര്യം നോക്ക്, അപ്പം നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, വീട്ടിലെ സാഹചര്യം കണ്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, എന്തായാലും പോവാം. അങ്ങനെ ഒരു പ്ലാനിങ് ഞാൻ കൊണ്ടുവന്നു. ഞാൻ എന്നിട്ട് എല്ലാവരോടും അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ ഇറ്റലിയിലുണ്ട്. ആളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, നോക്കണമെങ്കിൽ നോക്കാം, പക്ഷേ ഉറപ്പ് പറയില്ല, കാരണം 21 വയസ്സേ ഉള്ളൂ. ഇറ്റലിക്കൊക്കെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 24 വയസ്സ് 26 വയസ്സ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. 100% റിജക്ഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയുടെ പെങ്ങളാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അപ്പോൾ ആൾ പറഞ്ഞു, എന്തായാലും നീ പോയി നോക്ക്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നത് അമ്മയാണ്, അപ്പോൾ ഇതും അമ്മ തന്നെ നടത്തി തരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, എന്തായാലും പേപ്പർ വർക്കിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കഴിഞ്ഞ മാസമാണ് കൊടുത്തത്. അവർ പറഞ്ഞത് റെഡി ആവാണെന്നുണ്ടെങ്കിൽ 45 ദിവസം, അല്ലാന്നുണ്ടെങ്കിൽ ലാഗാവും, 45 ദിവസത്തിന് കൂടുതലാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ കൊടുത്തു. ഡാഡിയും മമ്മിയും ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമില്ല, നീ നാട്ടിൽ നിന്നിട്ട് പോയാൽ മതി, നഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ പുറത്തു പോകാമെന്നുള്ളത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ നിൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പേപ്പർ വർക്ക് തുടങ്ങാനായിട്ട് ഒരു 30,000 രൂപ കൊടുക്കണമായിരുന്നു. ആ സമയത്ത് 10 രൂപ പോലും എടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കടമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് പേപ്പർ വർക്ക് ഒരു വിധമായപ്പോഴത്തേനും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് തമിഴ്നാട് തേനിക്കമ്പം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൊറിയർ അയച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, അറിയാത്ത സ്ഥലം, എങ്ങനെ ആർക്ക് കൊടുക്കണം എന്ത് കൊടുക്കണം എന്ന് അറിയില്ല. അപ്പോഴത്തേനും എൻ്റെ ബ്രദറാണ് പറഞ്ഞത്, ആൾ വഴിയാണ് ഞാൻ ഈ പേപ്പർ വർക്കും ചെയ്തത്. ആൾ പറഞ്ഞു കുഴപ്പമില്ല, സേഫാണ്, നീ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്ന ദിവസം
പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ച് അങ്ങനെ ആ പാക്കിൽ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പാസ്പോർട്ടിൽ തൈലം വെച്ച് കുരിശും വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് അയച്ച് പിറ്റേ ദിവസം തന്നെ അവിടെ എത്തി. പേപ്പർ വർക്കിൻ്റെ ഒരു ഓൾമോസ്റ്റ് തീരാറായി. അപ്പോഴത്തേനും VFSൻ്റെ ഡേറ്റ് വന്നു. ഞാൻ അപ്പോഴും കൊല്ലത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നൈറ്റ് കഴിഞ്ഞാൽ ഡേയിൽ ഞാൻ ഡ്യൂട്ടി ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞു 20-ാം തീയതി VFSൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ചെന്നൈക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് നൈറ്റ് കയറണമായിരുന്നു. നൈറ്റ് ഇറങ്ങി ഉടനെ തന്നെ ഞാൻ അടുത്ത ട്രെയിന് വീട്ടിൽ പോയി ഒരു ദിവസം നിന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞാനും ഡാഡിയും കൂടെ ചെന്നൈ പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ VFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അവിടെ ഇൻ്റർവ്യൂ പോലെയാണ്. റിജക്റ്റ് ആവാന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കത് അവിടെ നിന്ന് റിജക്റ്റ് ആവും. പിന്നെ പാസ്പോർട്ട് മാത്രമായിട്ട് നമ്മുടെ കയ്യിൽ തരും. അവിടെ നിന്നാണ് എംബസിക്ക് പാസ്പോർട്ട് പോണത് വിസ അടിക്കാനായിട്ട്. അങ്ങനെ ആകെ ടെൻഷനായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാശി രൂപം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല. എൻ്റെ കഴുത്തല കൊന്തല തന്നെ ഞാൻ ഇട്ടായിരുന്നു കാശി രൂപം. പിന്നെ തൈലും ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം നമ്മളുടെ ബാഗെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചു വയ്ക്കും. വേറെ ടാബ് അങ്ങനത്തെ സാധനമൊക്കെ എല്ലാവരും അത് വാങ്ങിച്ചു വയ്ക്കും, എല്ലാ സാധനങ്ങളും. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ബാഗിൽ ചെറിയൊരു അറയിലായിട്ട് ഞാൻ ഉപ്പ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കയറിയതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവരെന്ത് ചോദിക്കുമെന്നൊന്നും നമുക്കറിയില്ല. അവർ ചോദിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണതിൽ വ്യത്യാസം വരിക അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് വരികയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ റിജക്റ്റ് ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് അവർ തരില്ല, അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ ടെൻഷൻ അടിച്ച് വെയിറ്റിംഗ് ഏരിയയിൽ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ച് ഉടമ്പടി ഉപ്പ് അവിടെ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടോക്കൺ എടുത്ത് വിളിച്ച് കഴിഞ്ഞ് ഞാൻ പോണ സമയപ്പോഴത്തേനും അവിടെ ഇരുന്ന് അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്തിനാ പോണേ, എവിടേക്കാ, എന്തിനാ, ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒന്നാമത് നമുക്കറിയാത്ത ലാംഗ്വേജാണ് അവരവിടെ ചോദിക്കുന്നത്, തമിഴാണ്. അപ്പോഴത്തേനും വലിയ ഡീറ്റെയിൽ ആയിട്ട് തമിഴ് എനിക്കറിയില്ല. അങ്ങനെ അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബയോമെട്രിക്ക് കയറുമ്പോഴായാലും അവിടെ അവരായിട്ട് സംസാരിക്കുമ്പോഴായാലും ഞാൻ വിശ്വാസ പ്രമാണം എത്തിച്ച് ഉടമ്പടി ഉപ്പ് അവിടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. ബയോമെട്രിക് കഴിഞ്ഞപ്പോഴത്തേനും അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല, ഒരു ആഴ്ചത്തേക്കുള്ളിൽ ഒട്ടുമിക്കതും പാസ്പോർട്ട് വരും, വിസ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വരിക, പറയാൻ പറ്റില്ല, പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, പാസ്പോർട്ട് വരണില്ല. അവർ പറഞ്ഞു പാസ്പോർട്ട് പോയി കഴിഞ്ഞാലും എന്തുവാണെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. പാസ്പോർട്ട് അവിടെ എത്തി, അവർ വിസ അടിച്ച് തിരിച്ചു വന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. എനിക്കൊരു മെസ്സേജ് മാത്രം വന്നത് ന്യൂ ഡൽഹിയിൽ എൻ്റെ പാസ്പോർട്ട് അവിടെ എത്തി പ്രോസസ്സിങ് ആണെന്ന് മാത്രമേ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് അറിയണുള്ളൂ. അങ്ങനെ ഈ മാസം 2-ാം തീയതി എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്, എൻ്റെ ചേച്ചി, മമ്മി, ഡാഡി, ഞാൻ. അങ്ങനെ ഞങ്ങൾ 4 പേരും ഉടമ്പടി എടുത്തേക്കുന്നതാണ്. അങ്ങനെ ഡാഡി വന്ന് ഉടമ്പടി എടുത്തത് ഈ മാസം 2-ാം തീയതിയാണ്. ആ 2-ാം തീയതി തന്നെ എനിക്ക് പാസ്പോർട്ട് വന്നു. പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ട് വന്നു. അപ്പോഴത്തേനും എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചു, പക്ഷെ ഞാൻ എടുത്തില്ല. എനിക്ക് നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന ക്ഷീണത്തിൽ ഞാൻ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചപ്പോഴത്തേനും വേറെ ആരാന്ന് വിചാരിച്ചിട്ട് ഞാൻ കോള് കട്ട് ചെയ്ത് സൈലൻ്റാക്കി വെച്ചു. അതിൻ്റെ പിന്നാലെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും മമ്മി വിളിച്ചിട്ട് മമ്മി പറഞ്ഞു ഡാഡി ഉടമ്പടി എടുത്തു, അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഇവിടെ വരുന്നെന്ന് പറഞ്ഞു, പക്ഷെ ഉടമ്പടി എടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഡാഡിക്ക് ഉണ്ടായിരുന്നില്ല. ഡാഡി ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഉടമ്പടി എടുത്തു എന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു നല്ല കാര്യമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ കട്ട് ചെയ്തു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴും വാട്സപ്പിലൊക്കെ നിറച്ചും മിസ് കോളും അതും ഇതൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം 1 മണിക്കൂർ മുന്നേ അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടേക്കുന്നു എന്നെ അമ്മൂന്ന് വിളിക്കണേ. അപ്പം അവർ പറഞ്ഞു അമ്മു പാസ്പോർട്ട് 2 മണിക്കൂറിനുള്ളിൽ ഏജൻറ്റിൻ്റെ കയ്യിലെത്തും, എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല, നീ പ്രാർത്ഥിച്ചോ, നീ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ, നിനക്ക് വിധി ഉണ്ടെങ്കിൽ കിട്ടും. കാരണം ഈ ഇറ്റലിക്കുള്ള പാസ്പോർട്ട് പേപ്പർ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ൽ 2ഓ 3ഓ പേർക്കോ കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്. അതും എനിക്ക് ഇത്രേ ഏജുള്ളൂ, 21 വയസ്സേ ഉള്ളൂ, ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എൻ്റെ ഉറക്കം പോയി. നൈറ്റ് ഞാൻ ലേറ്റായിട്ടാണ് വന്നത്, നൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയത് തിരക്കായതിൻ്റെ പേരിൽ.
അങ്ങനെ ഞാൻ മമ്മീനെ വിളിച്ചു പറഞ്ഞു, ഡാഡിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഡാഡി ട്രെയിനിൽ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് വരാം. ഡാഡി പറഞ്ഞു പേടിക്കണ്ട, എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചു. ചേച്ചി ദുബായിൽ, അവളും നേഴ്സാണ്. അവളുടെ അടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോൾ വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും റൂമിലില്ലേ, നീ എനിറ്റിട്ട് ഒരു 7 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്ക്, അതുപോലെ 7 വിശ്വാസ പ്രമാണം എത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ കോള് കട്ട് ചെയ്ത് കിടക്കണോടത്ത് നിന്ന് എണീറ്റ് ഫോൺ താഴെ വെക്കില്ല. അപ്പോഴത്തേനും എനിക്ക് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ചിലവുണ്ട്, പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിസ അടിച്ചിട്ടുണ്ട്. പക്ഷേ വിസ അടിച്ചു കഴിയുമ്പോഴത്തേനും ആയാലും എന്തുവാണെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ല. പൈസ എന്ത് ചെയ്യും? കാരണം വീട്ടിലെ സിറ്റുവേഷൻ കാരണം കൊണ്ട് ഒരു 10 രൂപ പോലും എടുക്കാനില്ലാത്ത സമയം. എല്ലാവരോടും ചോദിച്ചു, കിട്ടാനൊരു വഴിയില്ല. അവസാനം അറിയാത്തവർ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് പൈസ എല്ലാം റെഡിയായി. ഇതെൻ്റെ ടിക്കറ്റാണ്. ഞാൻ ഇന്നലെ എടുത്ത ടിക്കറ്റ് ഞാൻ അടുത്ത ആഴ്ച, അതായത് ദുഃഖ വെള്ളിയാഴ്ച വെളുപ്പിന് എൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ ഇറ്റലിക്ക് പോവുക. അത് ഈ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം. അതുപോലെ തന്നെ VFS പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ സഞ്ചാരി മാതാവായിട്ട് എൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ആകെയുള്ള സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് പോയതാ. VFS പോയപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ അവർ പറയാത്ത എമൗണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. 10-12,000 രൂപ പോയി. അത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇത്രയും ചിലവാക്കിയിട്ട് പോയി. അവിടെ അത്രയും പൈസ കൊടുക്കുകയും ചെയ്തു. ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനത് ഓർത്ത് കരയേണ്ടി വരും. കാരണം 10 രൂപ എടുക്കാനില്ല എൻ്റെ കയ്യിലെന്നല്ല, ആരുടെ കയ്യിലും ഇല്ല. അതിന് മുന്നേ എൻ്റെ ചേച്ചിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ട് അവൾ പോയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് ആയിട്ടിരിക്കുക. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വിധിച്ചിട്ടുണ്ട്, എനിക്ക് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എനിക്ക് തരിക, അല്ലാന്നുണ്ടെങ്കിൽ നീ എടുത്ത് കളഞ്ഞോ. പക്ഷേ ഞാൻ എന്താണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും നിനക്കറിയാം. അപ്പം നീ തീരുമാനിക്ക് ഞാൻ പോണോ വേണ്ടയെന്നുള്ളത്. ആരെയും പറ്റിക്കാനോ പെടുത്താനോ അല്ല പോണേ, ജീവിക്കാൻ വേണ്ടി ഒരു വഴി തേടി പോവുക. നീ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം, അതിനുള്ള പൈസ ഇല്ല. ഇന്നലെ ഈ ടിക്കറ്റ് എടുത്ത പാട് എനിക്ക് ഒരു വഴിയില്ല. ആകെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വെച്ച പൈസ എടുത്തിട്ടാണ് ഈ ടിക്കറ്റിന് അഡ്വാൻസ് വരെയും കൊടുത്തത്. അപ്പോഴത്തേനും പൈസ അറേഞ്ച് ചെയ്യും. ഞങ്ങൾ വീട്ടിൽ വരികയല്ല, ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ കയ്യിൽ ദൈവം കൊണ്ടുവന്ന് തന്നു, ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. അത് ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പ്രാർത്ഥന എന്താണ്, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതെല്ലാം ഞാൻ അറിഞ്ഞത്. കാരണം പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പ്രാർത്ഥിക്കാൻ മടി, കുമ്പസാരിക്കാൻ മടി. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ വെറുതെ പോയിരിക്കും, എന്തിനു പോണ്, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അങ്ങനെ പോയോണ്ടിരുന്ന് ഞാൻ ഇന്ന് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ പോവും. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ എനിക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കുമ്പസാരിച്ചിട്ട് ഞാൻ പള്ളി കയറി പ്രാർത്ഥിക്കത്തുള്ളൂ. ഞാൻ ഈ പാസ്പോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കരഞ്ഞ്, ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്. ഞാൻ, എൻ്റെ ഡാഡി, മമ്മി, ചേച്ചി എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. അപ്പോഴവർ പറഞ്ഞു നിനക്ക് കിട്ടത്തില്ല. പക്ഷേ മാതാവ് എന്നെ അനുഗ്രഹിച്ചതാ. ഒരുപാട് നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട് അമ്മയ്ക്ക്. ഞാൻ ഇവിടുത്തെ സാക്ഷ്യം, എൻ്റെ ആൻറ്റി ആണെങ്കിലും മമ്മി ആണെങ്കിലും ഞാനാണെങ്കിലും സാക്ഷ്യം കാണുമ്പോഴത്തേനും അങ്ങോട്ടേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. ഞാൻ അതുപോലെ കൃപാസന പത്രം വാങ്ങിച്ചിട്ട് ഞാൻ കൊടുക്കും, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന വഴിയാണെങ്കിലും എല്ലാം ഞാൻ
പ്രവർത്തനമായിട്ട് ഞാൻ എൻ്റെ പത്രം ഇവിടെ നിന്ന് എല്ലാവർക്കും കൊടുക്കും. കഴിഞ്ഞ മാസം ഞാൻ ചെട്ടിക്കാട് നൊവേനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസത്തെ പത്രം ഞാൻ ചെട്ടിക്കാട് അവിടെ വഴി നിന്നിട്ട് ഞാൻ കൊടുത്തത്. അപ്പോഴും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ കൊടുക്കണം, എന്ത് നിയോഗം വെച്ചാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ അവസ്ഥ കാരണം കൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചതാണ്, അത് കാരണം കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ മോള് പ്രാർത്ഥിക്കുന്നതിനുള്ളത് മോൾക്ക് കിട്ടും, നീ ഇങ്ങനത്തെ നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവരിലോട്ട് ഞാൻ എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അതിന് ഫലമായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്.